ഡിവൈൻ മദറിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും ഭൂതകാലത്തിന്റെ ഭാണ്ഡവും പേറി ജീവിക്കുന്നവരാണ് നമ്മളീ പലരും തന്നെ. മറ്റുള്ളവർ നമ്മളോട് ചെയ്ത ദ്രോഹങ്ങളോ ആക്ഷേപിച്ചു പറഞ്ഞ വാക്കുകളോ ചെയ്തു പോയ തെറ്റുകളെ ഓർത്തുള്ള കുറ്റബോധമോ ഒക്കെ ഈ ഭാണ്ഡത്തിന്റെ ഭാരം കൂട്ടുന്നുണ്ടാവാം. മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതയാത്രയിൽ ഈ ഭാണ്ഡം പേറിയുള്ള നടപ്പ് അത്ര സുഖകരമായിരിക്കില്ല. ഇന്നത്തെ ടോപ്പിക് ലെറ്റിംഗ് ഗോ. എങ്ങനെയാണ് നമുക്ക് വേണ്ടാത്ത ഈ ഭാരം നമ്മളിൽ നിന്നും ഒഴിവാക്കേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ഇനിയുള്ള ജീവിതയാത്രയെ സന്തോഷകരവും സമാധാനം നിറഞ്ഞതും വളരെ വിജയകരവും ആക്കി തീർക്കേണ്ടത്? ഇതിനൊക്കെയുള്ള വഴികൾ പറഞ്ഞു തരികയാണ് ഇന്ന് നമുക്ക് ശ്രീമതി രൂപ ഷേണായ്. ചാലക്കുടി നിർമ്മല കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയിരുന്നു മാഡം. റിട്ടയർമെന്റിന് ശേഷം പല സോഷ്യൽ ആക്ടിവിറ്റീസിലും സ്ത്രീകളുടെ ഉന്നമനത്തിനും ഒക്കെയായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യാനായി ഏറെ സ്നേഹാദരങ്ങളോടെ എൻ്റെ പ്രിയ സുഹൃത്തായ രൂപ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു മാം. താങ്ക് യു. താങ്ക് യു ധന്യ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ മൈ ഡിയേഴ്സ്. ആദ്യം തന്നെ അത് പറയാതെ എനിക്ക് തുടങ്ങാൻ സാധിക്കില്ല. കാരണം ഇത്രയും പേരുടെ മുമ്പാകെ എനിക്ക് ഇരിക്കാൻ തന്ന ഒരു അവസരമാണ്. ആ അവസരത്തിന് ധന്യയോടും ദയാൽ സാറിനോടും, പ്രത്യേകിച്ച് ദയാൽ സാറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സാറിൻ്റെ നിന്ന് ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു ഓഫീസിൽ സാറ് വരുന്ന സമയത്ത്. അപ്പൊ ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതും സാറിന്റെ മനസ്സിൽ നല്ല സതുദ്ദേശത്തെക്കുറിച്ചൊക്കെ സാറ് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാണ് സാറ് ഈ ഡിവൈൻ മദർ എന്നുള്ള ഒരു ഇത് തുടങ്ങിയതെന്നും അതിന്റെ സാറിന് അതിനുള്ള എത്രത്തോളം ഡെഡിക്കേഷൻ സാറ് കൊടുത്തിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ധന്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ രണ്ടാളുടെയും ഒരു ഇതുകൊണ്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. വന്നതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്താൻ സാധിച്ചു. എല്ലാവരും എനിക്ക് പേഴ്സണലി അറിയില്ല. ബട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യം തീർച്ചയാണ്, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ഡിവൈൻ മദർ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചതിന് ശേഷമേ ഞാൻ വേറൊരു കാര്യത്തിലേക്ക് കടക്കാറുള്ളൂ. അത് എൻ്റെ ഒരു പാർട്ടായി മാറി. അപ്പോ ഇന്നത്തെ ഈ ടോപ്പിക്ക് ലെറ്റിംഗ് ഗോ. അത് പലർക്കും കേൾക്കുമ്പോൾ തോന്നും അത് പ്രാക്ടിക്കൽ ആണോ, അത് സാധ്യമാണോ, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേറെ ഞങ്ങൾക്കേ അറിയൂ, അതെങ്ങനെയാ വിട്ടുകൊടുക്കാന്ന്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം അധികം ഇല്ല. പക്ഷെ ഞാൻ ബ്രീഫ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ നമ്മളെ പോലെയുള്ള ഒരു യുവതി, മീൻസ് ഞാനിപ്പോ കുറെ കാലം ബാക്കിലോട്ട് ഞാൻ പോവാണ്. ഒരു 10-30 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭയങ്കര ദുഃഖിതയായിട്ട് കാണപ്പെട്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന്. അപ്പൊ അവര് പറയാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, എനിക്ക് ഒരു കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആ മെമ്മറി എന്നെ ഹോണ്ട് ചെയ്യാണ്. എൻ്റെ ചിന്തകൾ മുഴുവൻ അതാണ്. ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ ഓർമ്മകളും എൻ്റെ പ്രവൃത്തിയും എല്ലാം ഇപ്പൊ ഞാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, എന്ത് പറ്റി നിനക്ക്? അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് എന്നെ വിട്ടുപോയി, ഈസ് നോ മോർ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആഘാതത്തിൽ ആൾക്ക് ഒരു ഹാപ്പിനെസ് എന്നുള്ള സംഭവം ഇല്ലേ ലൈഫില്. അത് കുറെ കാലമായിട്ട് ഷീസ് ഇൻ ടു ദാറ്റ് മെമ്മറി. കാരണം ചിന്തിച്ച് ആ മെമ്മറിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. സ്വാമിജിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം വേഗം തന്നെ അവരെയും കൂട്ടിയിട്ട് ആശ്രമത്തിന്റെ അടുത്ത് തന്നെ ഒരു നദി ഉണ്ടായിരുന്നു, അവിടേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് ശാന്തമായി ഒഴുകുന്ന ഒരു നദിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ജലത്തെ, ഈ സ്വച്ഛമായി ഒഴുകുന്ന ഈ നദിയിലെ വെള്ളത്തെ ഞാൻ കുറച്ചു നേരം ഒന്ന് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, സ്വാമിജിയുടെ ശക്തി കൊണ്ട് സ്വാമിജി അതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാല് ആ വെള്ളം ഒഴുകില്ല, പകരം ഒരു ചെറിയൊരു പോണ്ട് പോലെ അത് ക്രിയേറ്റ് ആവും. അത് ഫ്ലോ ഇല്ലെങ്കിൽ അവിടെ നിശ്ചലാവുകയാണല്ലോ. അപ്പൊ അത് നദി മാറിയിട്ട് ഒരു പോണ്ടായിട്ട് മാറും എന്ന് പറഞ്ഞു.
അപ്പൊ അദ്ദേഹം പറയാണ്, അങ്ങനെ അതൊരു പോണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്കറിയാലോ ഡിഫറൻസ് നദിയുടെയും ഒരു ചെറിയൊരു കുളത്തിന്റെയും. എന്താണ് അതിന്റെ വ്യത്യാസം? അത് ഒഴുകുന്നില്ല. കുളത്തിലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വെള്ളം കെട്ടി നിൽക്കണടത്തുനിന്ന് വെള്ളം ഫ്ലോ ആയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അതിൽ അഴുക്കുകൾ ഉണ്ടാവും, പൊള്യൂട്ടഡ് ആവും, അനാവശ്യമായിട്ടുള്ള വേസ്റ്റുകൾ ആൾക്കാർ ഇടും. അങ്ങനെ അത് നമുക്ക് ഉപയോഗശൂന്യമായിട്ട് മാറും. അപ്പൊ അദ്ദേഹം പറയാണ്, ഇതുപോലെയാണ് ഇപ്പോ നിന്റെ മനസ്സിരിക്കുന്നത്. എങ്ങനെയാണോ ആ സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലെ ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തെ നമ്മളെ പിടിച്ചു നിർത്തി വെച്ചു കഴിഞ്ഞാൽ എന്തവസ്ഥയാണോ ഉണ്ടാവുന്നത്, അതുപോലെയാണ് ഇപ്പൊ നിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം കണ്ട ആ സീൻ പോലെ നിന്റെ മനസ്സിനെ നീ ഒഴുക്കി വിടുക. കാരണം നമുക്ക് ഒന്നും പിടിച്ചു നിൽക്കാൻ, വി കാൺ ചേഞ്ച് എനിവൺ, അല്ലെ? നമുക്ക് ഈ ലോകത്തെ മാറ്റാൻ പറ്റില്ല, നമ്മുടെ ചുറ്റുള്ള വ്യക്തികളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പാസ്റ്റ് ആണ്. ആ കഴിഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇല്ല. ഇനി ഫ്യൂച്ചറിൽ എന്താ വരാൻ പോണേന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പ്രസന്റിൽ ജീവിക്കണം. നമ്മുടെ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെ? നമുക്ക് സന്തോഷം ഇല്ലാന്നുണ്ടെങ്കിൽ വി ആർ മിസ്സിങ് ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി മോമെന്റ്. നമുക്കാണ് നഷ്ടം. ഇപ്പൊ നമ്മളെ ഒരു പക്ഷെ ഒരാള് വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അപമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ പല രീതിയിൽ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ആളാണെങ്കിലും സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആയാലും അത് കഴിഞ്ഞു. അവിടെ ഉള്ളത് പിന്നെ ആരാ? നമ്മളാണ്. അപ്പൊ നമ്മൾ ഇതിനെ തന്നെ ആലോചിച്ച് കുറെ ഇരിക്കുമ്പോ എന്താ, നമ്മൾ നമ്മളെ തന്നെയാണ് പണിഷ് ചെയ്യുന്നത്, അല്ലെ? നമ്മളെ പണിഷ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹാപ്പിനെസ് പോകുന്നു, നമ്മുടെ സമാധാനം പോകുന്നു, നമ്മുടെ ചിന്തകള് നെഗറ്റീവ് ചിന്തകളിലേക്ക് മാറുന്നു. ആ നെഗറ്റീവ് ചിന്തകളെല്ലാം എന്തായി മാറുന്നു? നമ്മുടെ ഇമോഷൻസിനെ ഡൗൺ ആക്കുന്നു. നമ്മുടെ ഫീലിങ്സ് എല്ലാം എന്താവുന്നു? നെഗറ്റീവ് അല്ലാതെ നമ്മുടെ മനസ്സിലില്ല. ആ നെഗറ്റീവ് ഫീലിംഗ് പിന്നെ എന്തിലേക്ക് മാറുന്നു? ദേഷ്യത്തിലേക്ക് മാറുന്നു. ആ ദേഷ്യം പിന്നെ എന്തിലേക്ക് മാറുന്നു? റിവഞ്ചിലേക്ക് മാറുന്നു. നമ്മളെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് സിറ്റുവേഷൻ വന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് അവർക്ക് എന്ത് ചെയ്യാം. അതായത് പണ്ട് ആൾക്കാരെ പറയണ്ടായിരുന്നു, എന്റെ ഒരു കണ്ണ് പോയാലും വേണ്ട നിന്റെ രണ്ട് കണ്ണ് പോകണം, അല്ലെ? അതുപോലെ ഇന്ന് നമുക്ക് പേപ്പറിലായാലും എവിടെ ആയാലും പല ന്യൂസും കാണാം, അല്ലെ? അതെന്തുകൊണ്ടാണ്? ഈവൻ ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്രിമിനൽസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വന്ന തോട്ടാണ് സാറേ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന്. ബട്ട് നൗ ഹീസ് റിഗ്രറ്റിംഗ്. ആ മനുഷ്യൻ ഇപ്പോ പശ്ചാത്തപിക്കുന്നുണ്ട്. ബട്ട് ആൾക്ക് ചെയ്യാവുന്ന എന്താണ്? പ്രസന്റിൽ നന്നായിട്ട് ജീവിക്കുക എന്നല്ലാതെ അത് ഓർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? സെയിം ആണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, നമുക്ക് ഉണ്ടായിട്ടുള്ള ബാഡ് തോട്ട്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. അത് റിലേഷൻസിലാവാം, ഫ്രണ്ട്ഷിപ്പിലാവാം, ജോലി സ്ഥലത്താവാം, പല കാര്യങ്ങളിലാവാം. പക്ഷെ അതിനെ വിട്ടുകൊടുത്താൽ മാത്രമേ നമ്മൾ റിലീസ് ആവുള്ളൂ. ആ റിലീസ് ആയാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. ആ സന്തോഷം കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റും പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ് ആദ്യം നമ്മൾ നന്ദിയുള്ളവരാവണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ നയിക്കുന്നത് സെൽഫ് ലവിലേക്കായിരിക്കും. പണ്ട് ഞാനും വിചാരിച്ചിരുന്നു, എന്താ സെൽഫ് ലവ്? സെൽഫ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥതയല്ലേ, നമ്മളെ ബാക്കിയുള്ളവരല്ലേ സ്നേഹിക്കേണ്ടതെന്ന്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നില് കോൺഫിഡൻസ് കൊണ്ടുവന്നാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളവരിലെ നന്മകൾ കണ്ടിട്ട് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പാറ്റിംഗ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചുറ്റും നമുക്ക് നല്ലൊരു ലോകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? അപ്പോ അതിന് വേണ്ടത് നമ്മൾ ഫൊർഗീവ് ചെയ്യണം, അതിനെ മറക്കണം. എന്താണോ നടന്നേക്കണേ ആ ഫൊർഗീവും ഫൊർഗെറ്റും ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്, നോട്ട് ഫോർ അതേഴ്സ്. ആ മനസ്സോടെ ഈ ലെറ്റിംഗ് ഗോ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. എനിക്ക് വേണ്ടി കേൾക്കരുത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും സ്വയം പറയുക, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മാറിയാൽ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ സറണ്ടർ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇത് എന്റെ മനസ്സിൽ നിന്ന് വന്ന ഐഡിയാസ് ഒന്നല്ല, വായിച്ചിട്ടും കേട്ടിട്ടും കണ്ടിട്ടും ലൈഫിൽ ഇംപ്ലിമെന്റും ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പറയുന്നു, ഐ ഹാവ് ഇംപ്ലിമെന്റഡ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ റിലീസ് ആയേക്കണേ. റിലീസ് ആയതിനു ശേഷമാണ് എന്റെ ജീവിതം ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ എൻജോയ് ചെയ്യുന്നത്. ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് പ്രസന്റ് മൊമെന്റില്. ഐ ആം ഹാപ്പി. എന്നോട് രാത്രി ഉറക്കത്തിന് ഒരാളെ എനിക്ക് ചോദിച്ചാലും ഐ ആം നൗ ഏബിൾ ടു സേ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്നുള്ളത്. ദാറ്റ് ഡസന്റ് മീൻ പ്രോബ്ലം ഇല്ല എന്നല്ല.
പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷെ അതിനെക്കാട്ടിലും ഉപരി എനിക്ക് ദൈവം ഒരുപാട് ബ്ലെസ്സിങ് തന്നിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും. ഇന്ന് ഗ്രൂപ്പിൽ ഒരാൾ പറയണ്ടായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഒരു പേജ് കഴിഞ്ഞ് രണ്ടാമത്തെ പേജിലേക്ക് പോയി തുടങ്ങിയെന്ന്. സോ ആദ്യം 2-3 വരിയിൽ തുടങ്ങിയ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇന്ന് ആ ആൾക്ക് 1-2 പേജിലേക്ക് മാറുന്നു. അതെന്താ അങ്ങനെ മാറുമ്പോ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ്സ് വരില്ല. നമുക്ക് പോസിറ്റീവ് കണ്ടിട്ട് വി വിൽ ബി വെരി ഹാപ്പി ഓൾവേസ്. ആ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതോ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ട്, ഏതോ ഒരു എനർജി നമുക്കുണ്ട്. അത് എനർജിയാണ്. നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് വരുന്ന എനർജി അത് ബ്ലെസ്സിങ് ആണ്. അത് ദൈവമാവാം, ഒരു ശക്തിയാവാം, യൂണിവേഴ്സ് ആവാം, വാട്ടെവർ. അത് ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാം, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമാവാം, എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ദർ ഈസ് എൻ എനർജി അറൗണ്ട് us. ദർ ഇസ് ഒരു ശക്തി ഉണ്ട്. ആ ശക്തി നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഞാൻ നല്ലതിനെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നിലേക്ക് ഒരുപാട് നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ടോപ്പിക്കിലേക്ക് കടക്കാം. ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിട്ടുകൊടുക്കൽ. ഈ നിമിഷം തൊട്ട് മനസ്സിലെ എല്ലാ കറകളും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക, അല്ലെ? ബബിൾസ് പുറത്തേക്ക് പോണ പോലെ, അല്ലെങ്കിൽ ബലൂൺ വീർപ്പിച്ച കാറ്റത്ത് പറത്തണ പോലെ. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ എഴുതി നമ്മളെ നദിയിൽ ഒഴുക്കി കളയണം എന്ന് പറയും. അപ്പോ ആ നദിയിൽ ആ ഒഴുകിപ്പോയ കടലാസിൽ എഴുതിയ പ്രശ്നങ്ങൾ ആ നദിയിൽ ഒഴുകിപ്പോയ പോലെ നമ്മുടെ മനസ്സും ശുദ്ധമായിട്ട് മാറും. ഓക്കെ, അപ്പോ അതിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ധന്യവാദം. Letting go often refers to the process of releasing attachment to someone or something. This can involve emotional, mental, or physical aspects and may relate to past experiences, relationship, and beliefs. It signifies a step towards healing, growth, moving forward, acknowledging that holding on may cause more than good. Letting go can lead to inner peace, clarity, and the ability to embrace new opportunities. ഇത് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞുതരാം. ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തിയോട്, ഒരു അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റിന് റിലീസ് ചെയ്യാം. നമ്മളെല്ലാവരും അമ്മമാരാണ്. നമ്മുടെ ലൈഫിലെ കുറെ അനുഭവങ്ങൾ ഉണ്ടായില്ല. ഇത് പറയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മക്കൾ, അല്ലെ? നമുക്ക് അപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട് അവരെ നമ്മളോട് കൂടെ ഉണ്ടാവണം, നമ്മുടെ കൺവെട്ടത്ത് ഉണ്ടാവണം. പക്ഷെ അവർ വളർന്നു വരുന്തോറും അവരുടെ എഡ്യൂക്കേഷന്റെ ആ ഒരു സമയത്ത് 10-15 വയസ്സാവുമ്പോ, അല്ലെങ്കിൽ മാക്സിമം 20 വയസ്സായി കഴിഞ്ഞാൽ അപ്പോഴും അവർ നമ്മുടെ കൂടെ വേണം നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ്, സ്വാർത്ഥതയാണ്. നമ്മൾ അവരെ പറക്കാൻ അനുവദിക്കുക. ദാറ്റ് ഡസന്റ് മീൻ ചേട്ടൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് നമ്മൾ അവരെ റിലീസ് ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ അവർ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുള്ളൂ, അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കുള്ളൂ. അപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ വേണം. നമ്മളെ വാശി പിടിച്ചാൽ എന്താവും? അവരെവിടെ എത്തില്ല. പലരും ഫീഡ്ബാക്കില് അല്ലെങ്കിൽ ഗ്രൂപ്പില് പറയാറുണ്ട്, നല്ല അമ്മയാവാൻ ആഗ്രഹം, അല്ലെ? നിങ്ങളാവും. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എപ്പോ നിങ്ങള് ഒരു വിത്തിട്ടോ അവിടെ തൊട്ട് നിങ്ങൾ നല്ലൊരു അമ്മയായി തുടങ്ങി. ഓൾറെഡി യു ആർ, ബട്ട് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ആ ഒരു തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് യു ആർ ബിക്കമിങ് എ ഗുഡ് മദർ. ഈ പ്ലാറ്റ്ഫോമിലുള്ള പല അമ്മമാരെ എനിക്കറിയാം, സ്വയം സഹിച്ച്, സ്വയം സാക്രിഫൈസ് ചെയ്ത് മക്കളെ നല്ല നിലയിൽ എത്തിച്ചവര്. ഇന്ന് ദേ ആർ എൻജോയിങ് ദെയർ ലൈഫ്. ദേ സ്റ്റാർട്ടഡ് ലവിങ് ദെംസെൽസ്. അങ്ങനെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്കുണ്ടായിട്ടുള്ള വൂണ്ട്, നമുക്കുണ്ടായിട്ടുള്ള ഹേർട്ട് അത് വിട്ട് കളഞ്ഞ് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പുതിയ പുതിയ അവസരങ്ങൾ നമ്മൾ തേടി വരുന്നതിന് അതിനെ നമ്മൾ ഉൾക്കൊണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകൾ തെളിയിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാനും പണ്ടൊരു ഹൗസ് വൈഫ് മാത്രമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതാണ് എന്റെ ലോകം എന്ന്. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഇനിയും എനിക്കിപ്പോ ഇത്രയും പ്രായമായി. ഐ എം എ ഗ്രാൻഡ് മദർ ഓഫ് 3 ചിൽഡ്രൻ. എനിക്ക് 2 ആൺമക്കളാണ്, 3 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും അറിയാനുണ്ട്, ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്ന് ഞാൻ ഓരോ ദിവസം ഞാൻ ചിന്തിക്കുകയാണ്. ആൻഡ് ഐ എം എൻജോയിങ് മൈ ലൈഫ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഓരോ പോയിന്റ്സിലേക്ക് വരികയാണ്.
Sometimes the best way to be happy is to learn, let go of things you tried hard to hold on to that are no longer good for you. നമുക്ക് ശരിയല്ലാത്തത് ഉള്ള ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അവിടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ പറയണം, ഇത് എനിക്കുള്ളതല്ല, ഇത് എനിക്ക് സങ്കടങ്ങളാണ് കൊണ്ടുതരുന്നത്, ഇത് എനിക്ക് പ്രശ്നങ്ങളാണ് കൊണ്ടുതരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഹാപ്പിനെസ് തരാത്തൊരു സംഭവം, ഇപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പണ്ട് പറയാറുണ്ടായിരുന്നു, ഞാൻ ഡിഗ്രി സ്റ്റുഡൻസിനെയാണ് പഠിപ്പിച്ചിരുന്നത്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ, തെറ്റെന്ന് നിങ്ങൾക്ക് അപ്പൊ തോന്നില്ല, ബട്ട് ഇപ്പൊ നമ്മൾ എപ്പോഴാണ് പാരന്റ്സിനോട് ഹൈഡ് ചെയ്യുന്നത്? ഞാൻ അവരോട് ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളൊരു റിലേഷനിൽ പെടുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സോ അല്ലെങ്കിൽ ഡ്രിങ്ക്സോ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോ അവർക്ക് തന്നെ ഉള്ളിലുണ്ടാവും പാരന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, അങ്ങനെ ഒരു തോട്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാൻ മടി നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ തിരിച്ചറിയണം അത് ഒരു നോ ആണ് എന്നുള്ളത്. അപ്പോ അത് സ്വയം മനസ്സിലാക്കാൻ ആ കുട്ടികൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രായമായിട്ടുള്ള നമുക്ക് പറ്റില്ലേ? നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലേ എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് തിരിച്ചറിയാനുള്ള പക്വത നമുക്കുണ്ട്. നമ്മള് ആറ്റിറ്റ്യൂഡ് മാറ്റണം. നമ്മളുടെ ആണ് എല്ലാം ശരി നമ്മൾ വിചാരിക്കാതെ, നമുക്ക് ബുക്കിലൂടെ കിട്ടുന്ന അറിവുകള്, നമ്മുടെ ഫ്രണ്ട്സിന് കിട്ടുന്ന അറിവുകള്, നമ്മുടെ എക്സ്പീരിയൻസ്, അതിലൂടെ നമ്മളെ തന്നെ പുതുക്കി പണിയണം. അല്ലാണ്ട് ഞാൻ അങ്ങനെയാണ് വളർന്നത്, എന്റെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്, ഒന്നിനും സ്ഥിരതയില്ല അല്ലെ, അല്ലെങ്കിൽ പെർമനന്റ് അല്ല. എവറിത്തിങ് ഈസ് ചേഞ്ചിങ്, ഈച്ച് ആൻഡ് എവറി ഡേ എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. ഇന്നത്തെ ദിവസം മാറിക്കഴിഞ്ഞാൽ നാളെ എന്റെ ആയുസിന്റെ ഒരു ദിവസം കുറയാണ് എല്ലാവരുടെയും അല്ലെ. അത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മള് ഗ്രോണപ്പ് ആവണം എന്ന് നമ്മൾ പറയണം, ബട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആയുസിന്റെ ഓരോ ദിവസമാണ് മാറിപ്പോകുന്നത്. അങ്ങനെ അതുപോലും നമ്മുടെ എക്സിസ്റ്റൻസിന് പോലും പെർമനന്റ് ഇല്ല. ആരെങ്കിലും ഉണ്ടോ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ? ആരും ഇല്ല. അതെല്ലാം പണ്ടത്തെ പുരാണങ്ങളിലുള്ളതാണ് അല്ലെ. സോ എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. അതുകൊണ്ട് ഈ ഹേർട്ട്, ഇതെല്ലാം മാറ്റാനും ഹീൽ ചെയ്യാനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്ലൈഡ്. ടൈം ഈസ് പ്രഷ്യസ്, മേക്ക് ഷുവർ യു സ്പെൻഡ് ഇറ്റ് വിത്ത് ദ റൈറ്റ് പീപ്പിൾ. സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഇതുപോലെ നിങ്ങളുടെ കൈ പിടിക്കാനുള്ളതാണ്. ഇന്ന് എനിക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, മാം ഒന്നും കൊണ്ട് വറി ചെയ്യണ്ട, പാനിക് ആവണ്ട, ഇപ്പൊ ശരിയാവും മാം, കൂളായിട്ടിരിക്കും, കുഴപ്പമില്ല, ശരിയാവും. ഇപ്പൊ ഇത് കൺട്രോൾ ചെയ്യുന്നത് ധന്യാണ്. അപ്പോ ഈ കൈ പിടിച്ച പോലെ ഇന്ന് എന്റെ കൈ പിടിക്കാനായിട്ട് ധന്യ എത്തി. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയിക്കാത്ത ആൾക്കാർ എന്നെ വിളിച്ച് വിഷ് ചെയ്തു, എന്നെ മോട്ടിവേറ്റ് ചെയ്തു. സോ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വേണം നമ്മൾ പോവാനായിട്ട്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുടെ നമ്മൾ പോണം. എന്തിനാണെന്നറിയോ? നമ്മളൊന്നും കൂടി നന്നാവാൻ. യുവർ സോൾ നോസ് വെൻ ഇറ്റ് ഈസ് ടൈം ടു ക്ലോസ് എ ചാപ്റ്റർ. നമ്മുടെ ഉള്ളിലുള്ള ആ സോളിനറിയാം ഏത് കാര്യം എപ്പോ നിർത്തണം. വി ഷുഡ് ബി അസർട്ടീവ്. നോ പറയാൻ നമ്മൾ പഠിക്കണം. നമുക്ക് പറ്റാത്ത റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ അപ്പൊ അവിടെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് ഹാർംഫുൾ ആണ് അല്ലെ. നമ്മളെ തന്നെ മനസ്സിലാക്കണം. നമുക്ക് എന്താണ് ശരി, എന്താണ് നല്ലത്. നമ്മളെ ഉള്ളിൽ പറയാണ് ഈ റിലേഷൻ വേണ്ട, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ നമുക്ക് വേണ്ട, ഈ ജോലി വേണ്ട. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിളി വരും. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമുക്ക് ഒരു പ്ലാറ്റ്ഫോം നല്ലതാണെന്ന് തോന്നിയാൽ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യും. നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം എന്താ വേണം. അപ്പൊ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ അറൌണ്ട് us. നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. എന്നും കോണ്ടാക്ട് വെക്കണം എന്നില്ല, എന്നും സംസാരിക്കണം എന്നില്ല, പക്ഷെ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. ഒരു റിലേഷനിൽ ട്രസ്റ്റ് എപ്പോ ബ്രേക്ക് ചെയ്യുന്നോ ഈ പറഞ്ഞത് മുഴുവൻ പോകും. സോ അതുകൊണ്ട് നമ്മൾ ഒരാളെ ഫൊർഗീവ് ചെയ്യുമ്പോൾ ആ ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ആ പേഴ്സൺ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മളെ വേദനിപ്പിച്ചില്ല എന്നല്ല, പക്ഷെ അതെല്ലാം നമുക്കൊരു ലെസൺ ആയിരുന്നു. നമ്മളെ സ്ട്രോങ്ങർ ആക്കാനായിരുന്നു ദൈവം നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നത്. നമുക്ക് ഓരോ സന്ദർഭങ്ങള്, ഓരോ ആളുകള് നമ്മുടെ ലൈഫിൽ വരുന്നതിന് പർപ്പസ് ഉണ്ട്. നമ്മളുടെ ഒരു കർമ്മ എന്നുണ്ട്. ആ കർമ്മയിലൂടെ നമ്മളെ കടത്തിവിടാൻ നമുക്ക് സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം തരുന്നത് അല്ലെ. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, റിലേഷൻഷിപ്സ് ആയിരിക്കാം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ മറികടക്കാനുള്ള
ശക്തി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ലൈഫിനെ ചലഞ്ചായിട്ട് എടുക്കുന്നത്. വി ആർ നോട്ട് ഗിവിംഗ് അപ്പ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ലൈവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിൽ ഓരോരുത്തരിലും പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവുണ്ട്, ചലഞ്ചായിട്ട് എടുക്കാനുള്ള കഴിവുണ്ട്. അതില്ലാത്തവരാണ് നമ്മൾ ഓരോ ദിവസം പേപ്പറിൽ കാണുന്നുണ്ട്, സൂയിസൈഡ് ചെയ്തു, കല്യാണത്തിന്റെ ഇന്ന് കല്യാണം, രാവിലെ വരൻ ആത്മഹത്യ ചെയ്തു, ലേറ്റസ്റ്റ് ന്യൂസ് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് അധികം ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് റിയാലിറ്റിയിലേക്ക് വരുന്നില്ല, ആക്ഷനിലേക്ക് എന്തിനേയും മറികടക്കാൻ പറ്റുന്നുള്ള വിശ്വാസം അവർക്കില്ല. അവരെ നന്ദി എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അവരുടെ ലൈഫിൽ കുറവാണ്. നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ നമുക്ക് മറക്കാനും ഫോർഗീവ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൈ പിടിക്കും എന്നുള്ളതിന് ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവാ. ഈ ലെറ്റിംഗ് ഗോ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും, പറ്റാണ്ടിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ആത്മാവ് എപ്പോ പറയുന്നോ അപ്പൊ അതിലേക്ക് വരാം. വെൻ യു റീപ്, ഇത് നല്ലൊരു കോട്ടാണ്. വെൻ യു റീപ്ലേസ് വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ വിത്ത് വാട്ട് ഈസ് ദിസ് ട്രൈങ് ടു ടീച്ച് മീ, എവറിത്തിങ് ഷിഫ്റ്റ്സ്. എപ്പോഴാണ് ഒരു സംഭവം മാറുന്നത്? എത്ര ക്ലിയർ ആയിട്ട് ഒരു കോട്ട് പറഞ്ഞതാ. അതായത് നമ്മൾ എപ്പോഴും പറയാണ്, നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നതാണ്, ഇത് എന്തിനാ ദൈവമേ ഇതെനിക്ക് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രശ്നങ്ങൾ തരുന്നത്, എന്തിനാ എനിക്ക് ഈ സങ്കടങ്ങൾ വരുന്നത്, ഇതാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷെ അവിടെ പറയുന്നത് എന്താണ്? ഈ പ്രശ്നം എന്നെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്, ഞാൻ എന്താണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്, എന്റെ മനോബലം കൂട്ടാനാണോ, എന്റെ ധൈര്യം കൂട്ടാനാണോ, എനിക്ക് ഫോർഗീവ് ചെയ്യാനുള്ള കഴിവ് കൂടിയിട്ടാണോ, എനിക്ക് മറക്കാനുള്ള കഴിവ് കൂടിയെന്ന് എന്നെ മനസ്സിലാക്കിക്കാനാണോ ഇതെനിക്ക് വന്നേക്കണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയൊരു സെക്കൻഡിന് നമുക്കൊരു സങ്കടം ഉണ്ടാവും, മേ ബി ഒരു രാത്രി, പിറ്റേ ദിവസം നമ്മളൊരു പുതിയ ആളായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങളെ തന്നെ തിരിച്ചറിയുക. യു ആർ ഏബിൾ ടു ഫോർഗീവ്, യു ആർ ഏബിൾ ടു ഫോർഗെറ്റ്, ആൻഡ് ദർ ഇസ് എ യൂണിവേഴ്സൽ പവർ വിച്ച് ഈസ് പ്രൊട്ടക്ടിങ് യു ഓൾവേസ്. അപ്പൊ നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആയി, അത് വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യാണ്. ഓ അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, ഇതെനിക്ക് ഉണ്ടായല്ലോ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവല് ഹൈ അല്ല, ലോ ആണ്. ആ ലോ ദേഷ്യത്തിലേക്ക്, റിവെഞ്ചിലേക്ക്, പിന്നെ ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ അത് പോകുന്നത് ഇത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് ചെല്ലുന്നു. അതല്ലല്ലോ നമുക്ക് വേണ്ടേ. പിന്നെ live life as if everything is triggered in your favor. എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ ഒരു ഞാണിമിൽ ഇരിക്കുമ്പോഴും അതിനറിയാം എന്താണ്, എന്നെ ഇനിയും ലൈഫ് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് അനുകൂലമായിട്ടുള്ള പലതും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ സൂചികൊമ്പത്താണ് ഇരിക്കണേ, അല്ലെങ്കിൽ ഞാണിമി കളിയാണ്. ചിലർ പറയും മതിലിന്റെ മുകളിലാണ്, അപ്പുറത്തെ വീടോ ഇപ്പുറത്തെ വീടോ എന്ന് അറിയില്ല. അങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് വിടുക. ഞാൻ എവിടെയാണെങ്കിലും, ഏത് പ്രശ്നങ്ങളെ ഞാൻ ഫേസ് ചെയ്താലും, ഏത് സിറ്റുവേഷൻ ആണെങ്കിലും, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും, എന്നെ ഫിസിക്കലി എൻ്റെ അടുത്ത് ആരും ഇല്ലെങ്കിലും എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, ഞാനൊന്ന് വിളിച്ചാൽ വരാൻ ആൾക്കാരുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പ്രശ്നങ്ങളല്ല വരുന്നത്, പ്രശ്നങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, ആ പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നു. ജീവിതത്തിന്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിങ്ങൾക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആ ഹാപ്പിനെസ്സും പീസും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ഇഫ് സമ്മൺ ഹാസ് ഒഫൻഡഡ് യു, നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസൾട്ടഡ് യു, അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഡിസപ്പോയിന്റഡ് യു, നിങ്ങളെ എന്താണ് പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നിങ്ങളോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ലെറ്റ് ഇറ്റ് ഗോ, അത് വിട്ടുകള, പോട്ടെ, അത് നമുക്കത് അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. എന്താണ് ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടേ? നിങ്ങളെ ഒരാള് ഹേർട്ട് ചെയ്തപ്പോ നിങ്ങളെ എത്രമാത്രം വേദനിച്ചോ അവിടെ വെച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഐ വിൽ നോട്ട് ഹേർട്ട് അതേഴ്സ്, ഐ വിൽ നോട്ട് ഇൻസൾട്ട് അതേഴ്സ്. ഞാൻ ഒരാളെയും നിരുത്സാഹപ്പെടുത്തില്ല, ഒരാളെ അപമാനിക്കില്ല, ഒരാളെ ഞാൻ വിഷമിപ്പിക്കില്ല എന്ന് ആ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 2 ആൺമക്കളാണെന്ന്. ഞാൻ മക്കളുടെ കല്യാണത്തിന് മുമ്പേ തന്നെ ഞാൻ വിചാരിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? വരുന്ന പെൺകുട്ടികളെ എന്റെ മക്കളായിട്ട് കാണണം. ഞാൻ ഇന്നും എന്നെ അറിയുന്നവർ കുറച്ച് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇന്നും എൻ്റെ സ്വന്തം മക്കളെക്കാട്ടിലും എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എൻ്റെ മരുമക്കളോടാണ്.
ഞാൻ മരുമക്കളെന്ന് പറയാറില്ല, എന്റെ പെൺമക്കളോടാണ് പറയാറ്. അവരാണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. എന്തിനും ഏതിനും ഞാൻ എങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഏത് ഡ്രസ് ഇടണം, സാധാരണ നമ്മൾ അങ്ങടാണ് പറയേണ്ടത്, ബട്ട് ഹിയർ റിവേഴ്സ് ആണ്. ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു, ഞാൻ അടുത്ത ആഴ്ച ഓസ്ട്രേലിയ പോവാണ് 7th രണ്ടാമത്തെ മോന്റെ അടുത്തേക്ക് പോവാണ്. ബിക്കോസ് മൈ ഡോട്ടർ ഇൻ ലോ ഇസ് ഗോയിങ് ടു ഗെറ്റ് എ ജോബ്. കുഞ്ഞിന് 1.25 വയസ്സുള്ളൂ. സോ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരെന്നോട് ചോദിച്ചു വന്നെങ്കിൽ ഹെൽപ്പ് ആയേനെന്ന്. ആ ഒരൊറ്റ വാക്കായിരുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്തു. ബിക്കോസ് ലൈഫില് പൈസ കൊടുത്താൽ കിട്ടാത്തതാണ് റിലേഷൻസ്, അല്ലെ? എനിക്കും ഇത്രയും പ്രായമായി. നൗ ഐ എം ഹെൽത്തി ആൻഡ് ഇഫ് ഐ ഗോ ദേർ അവർക്കതൊരു ഹെൽപ്പ് ആയിരിക്കും. നാളെ എന്റെ ആരോഗ്യം നശിച്ച് എനിക്ക് ആരും ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലോണം ഇരിക്കുമ്പോ പോയി നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്ത് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ തീർക്കണം. നമ്മളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നമ്മൾ സ്നേഹിക്കുന്നവരായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ 4 ചുവരിനുള്ളിൽ സംസാരിച്ച് തീർക്കണം. വേറെ ആളുടെ സഹതാപം കിട്ടാനായിട്ട് ചെയ്യരുത്. കാരണം സഹതാപം ജസ്റ്റ് നീർക്കുമിളയുടെ ആയുസേ ഉള്ളൂ. ആ സഹതാപം മാറി നിങ്ങളുടെ നേരെ, നിങ്ങൾ ഷെയർ ചെയ്ത ആൾക്കാരെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടും. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്, നിങ്ങളുടെ ഭാഗത്തും നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത്, കേൾക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻ പ്യുവർ ആണെങ്കിൽ, നിങ്ങൾ ആ ആളെ, ആ സിറ്റുവേഷനെ, ആ ജോലിയെ നിങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ചങ്കുറ്റം ഉണ്ടാവണം, ധൈര്യം ഉണ്ടാവണം. ഞാൻ എന്താ തെറ്റ് ചെയ്തത്? എനിക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ മേരി അമ്മയുടെ ഭയങ്കര നല്ല റിലേഷനാണ്. മേരി അമ്മ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് ഞാൻ വേറെ ആള് വഴി കേൾക്കുകയാണെങ്കിൽ, ഞാൻ അവിടെ നിന്നുകൊണ്ട് മേരി അമ്മനെ ശപിക്കാനോ ദേഷ്യപ്പെടാനോ പോകുന്നതിന് പകരം ഞാൻ ചെയ്യും മേരിയമ്മ എന്താണ് ഞാൻ ഇങ്ങനെ കേട്ടല്ലോ, ശരിയാണോ? അപ്പൊ മേരിയമ്മ ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് ആ വിശ്വാസമില്ലായ്മയുടെ പേരിലല്ല. പക്ഷെ ഞാനിവിടെ പറയുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവരടുത്ത് നമുക്ക് വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് വിതിൻ ആ 4 ചുമരുകൾ തീർക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെയാണ് ലെറ്റിംഗ് ഗോ നടക്കുക. ഇപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഡിയർ വൺസ് നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണ്, അല്ലെ? ആ ട്രസ്റ്റ് പോകുന്നത് നമ്മുടെ ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ റിലേഷൻ മെൻഷൻ ചെയ്യാണ്, അത് ഉണ്ടാവണം എന്നല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മക്കള്, മരുമക്കള്, റിലേറ്റീവ്സ്, ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അല്ലെ? അപ്പൊ അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഹേർട്ട് ആവും. പക്ഷെ അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. എങ്ങനെയാണ്? അവരെ ഫോർഗീവ് ചെയ്യുക, മറക്കുക. അതിന് മെഡിറ്റേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലോണം അതിലെ ഫോക്കസ് ചെയ്തിട്ട് പറയാ, എനിക്കിതിന്ന് പുറത്തു വരണം, എനിക്കിതിന്ന് ഒഴിഞ്ഞു മാറണം, ഞാൻ പണ്ടത്തെ പോലെ ആവണം. ഐ വിൽ നോട്ട് ഗിവ് അപ്പ്. ദിസ് ഇസ് മൈ ചാലഞ്ച്. ഐ വോണ്ട് ടു ഗോ അപ്പ്. ഐ വോണ്ട് ടു ലെറ്റ് ഇറ്റ് ഗോ. എനിക്കിത് വിട്ട് കളയണം എന്ന് നമ്മൾ മനസ്സിരുത്തി ഫോക്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 101% ഉറപ്പാണ് നമുക്ക് ഒരാളെ ഫോർഗീവ് ചെയ്യാൻ പറ്റും, മറക്കാൻ പറ്റും. ആ സംഭവം നടന്നിട്ടില്ല എന്നല്ല, ബുദ്ധിമുട്ടാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഞാൻ ഈ പ്രായത്തിയത് കൊണ്ടാണ് ഇത്രയും ഇതോടെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ അത് അനുഭവിച്ച് റിസൾട്ട് കണ്ടെത്തിയ ആളാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ, എന്തെങ്കിലും യങ്സ്റ്റേഴ്സ് ആണ് നിങ്ങളൊക്കെ, അല്ലെ? ജീവിതത്തിന്റെ പകുതി പോലും എത്തിയിട്ടില്ല പലരും. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയണു, ഫോക്കസ് ഇൻ യുവർ ലൈഫ്, ലവ് യുവർസെൽഫ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓരോ നിമിഷവും നന്ദിയുള്ളവരായി നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ താന്നു കൊടുത്താൽ അതൊരു താന്നു കൊടുക്കലല്ല, അത് ദൈവത്തിന്റെ മുമ്പിൽ ഉയർത്തപ്പെടുന്നതാണ്. എപ്പോഴും whenever you are, ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ പറയുന്നതിനെക്കാട്ടും ഒരു എക്സാമ്പിൾ പറയാം. തെങ്ങ് കുനിയുന്നത് എപ്പോഴാണ്? ഏറ്റവും കൂടുതൽ നാളികേരം അതിൽ നിൽക്കുമ്പോ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ആ മോൾ ഭാഗം ഒന്ന് ചെരിയും, അല്ലെ? അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുള്ളൂ. പക്ഷെ നമ്മള് when we pray, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും തലകുനിക്കും, അല്ലെ? നമ്മുടെ കൾച്ചർ അതാ. ആരെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കുന്നവരെ, ഒരു അമ്പലത്തിൽ ചെന്നാൽ, ചർച്ചിൽ ചെന്നാൽ, വേറെ യു ഗോ, ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സീ വി വിൽ ബെൻഡ് അവർ ഹെഡ്. അങ്ങനെ തല കുനിക്കുന്ന ആ ഒരു നിമിഷമാണ് നിങ്ങൾ ഹമ്പിൾ ആവുന്നത്. ആ ഹമ്പിൾ ആവുന്ന നിമിഷമാണ് ദൈവം നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഉയർത്തുന്നത്.
When you bend your head, you are being raised in front of God or universe. If you are remembering all the ways you have hurt or forgotten, let it go. Ask yourself, what would it do for me to hold on to this? ഇങ്ങനെ ഈ വെറുപ്പും ഈ വിഷമവും ഈ ഭാരം ചുമന്നാൽ എനിക്ക് എന്താ കിട്ടാൻ പോണേ? ഞാനിത് ഈ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് വീഡിയോസ് നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇത് നമ്മൾ ചുമന്നു കഴിഞ്ഞാല് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും അത്രേ. സൈനസ് ഈ ലെറ്റിംഗ് ഗോ ചെയ്യാത്തവർക്കാണെന്ന് സൈനസ് വരുന്നത്. ബ്രീത്തിങ് ട്രബിൾ. ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും എന്താ പറയാ, ലെൻസിലൂടെയാണ് ശ്വസിക്കുന്നത്. ചിലർക്ക് വായ കൂടി ശ്വസിക്കേണ്ടി വരും, മൂക്കടയും, ചെവി അടയും. കാരണം ബ്ലഡ് ഫ്ലോ ബ്രെയിനിലോട്ട് പോവില്ല എന്നാ പറയണേ. എനിക്ക് അതിന്റെ സയന്റിഫിക് ഒന്നും അറിയില്ല, ബട്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ നോക്കിയപ്പോൾ കണ്ടതാണ്. നമ്മുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. ഗ്രാജുവലി നമ്മുടെ ഐസൈറ്റ് മോശമാവും, നമ്മുടെ ഹാർട്ട് വീക്ക് ആവും. ഇതെല്ലാം നമ്മളെ പിടിച്ചു വെച്ചാൽ വല്ല ആവശ്യമുണ്ടോ? അല്ലെ? നമുക്ക് എത്ര നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എനിക്ക് മതിയായിട്ടില്ല കേട്ടോ ജീവിച്ചിട്ട്. I want to live more. I want to see so many good things. I want to do so many good things. കാരണം അത്ര മാത്രം അറിവ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്ന് ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് അറിയുന്ന പല കാര്യങ്ങളും എനിക്കറിയില്ല കേട്ടോ. സത്യമാണ് ഞാൻ പറയുന്നത്, എനിക്കറിയില്ല. അത് ടെക്നിക്കൽ സൈഡ് ആവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കാത്ത കുറെ കാര്യങ്ങൾ, അല്ലെ? നമ്മൾ അനുഭവിക്കാത്ത കുറെ കാര്യങ്ങള് ഇന്ന് അവരൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്, സന്തോഷമാണ്, അല്ലെ? ആ സന്തോഷം ഇനി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് ബി ഹാപ്പി ഓൾവേസ്, ലിവ് ഇൻ പീസ്. നമ്മൾ പറയാറുണ്ട് ഒരാൾ മരിച്ചു റെസ്റ്റ് ഇൻ പീസ് എന്ന്. അതൊരു ശൈലിയായി. പക്ഷെ ഞാനിപ്പോ പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? ബി ഹാപ്പി ആൻഡ് ലിവ് ഇൻ പീസ്. അതാ ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാവരോടും. സമാധാനം സന്തോഷം ജീവിച്ചിരിക്കുമ്പോഴാണ്. അല്ലാണ്ട് അത് അവരെ ഞാനടക്കം മരിച്ചു കഴിഞ്ഞാൽ പീസാണോ എന്താണോ എനിക്കൊന്നും അറിയില്ല. ഐ ഡോണ്ട് നോ. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ നെവർ തിങ്ക് അബൌട്ട് സച്ച് തിങ്സ്. പിന്നെ അതുപോലെ എപ്പോഴും നമ്മുടെ ഹെൽത്ത് നെഗറ്റീവ് അല്ല പറയണ്ടേ. നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ടായാലും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചായാലും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ലഭിച്ചതായിട്ട് നമ്മൾ പറയണം. താങ്ക് യു എന്ന് പറയും. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, ഇമോഷണൽ ഹെൽത്ത് നന്നായിരിക്കും, മെന്റൽ ക്ലാരിറ്റി ഉണ്ടാവും, ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവും, റിലേഷൻഷിപ്പ് നന്നായിട്ട് നമുക്ക് നല്ല നല്ല റിലേഷൻസ് കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ ഗ്രോത്ത്. അത് മാത്രം ഞാൻ പറയാം, ബാക്കിയൊക്കെ നമ്മുടെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്താണ് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാല്? നമ്മുടെ തടി വണ്ണം എന്നല്ല കേട്ടോ, പുറമേ ഉള്ളതല്ല സൗന്ദര്യം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലൊരു സൗന്ദര്യം ഉണ്ട്. ആ സൗന്ദര്യം കൂടും. അതായത് നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ അത് നമ്മുടെ മുഖത്തും നമ്മുടെ ബോഡിയിലും റിഫ്ലക്ട് ചെയ്യും. അത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടേതായ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് അറിയാം? നമ്മുടെ എതിർവശത്തുള്ള ആളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവും. അല്ലെങ്കിൽ വി വിൽ തിങ്ക് ഫ്രം ദെയർ ആംഗിൾ ഓഫ് വ്യൂ. പറയാറുണ്ട്, പുട്ട് യുവർ ഫീറ്റ് ഇൻ മൈ ഷൂസ് എന്ന് പറയും. നിങ്ങളുടെ കാല് എന്റെ ചെരുപ്പിലിട്ട് നോക്കൂ എന്താന്ന്. അത് എന്താന്ന് വെച്ചാല് അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഭാഗം മാത്രം പറയല്ലേ, എന്റെ ഭാഗത്ത് നിന്നിട്ടും ചിന്തിക്കൂ. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരാൾക്ക് നമ്മളോട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അവർക്കൊരു പെയിൻ കൊടുത്തിട്ടുണ്ടാവും എന്നാ പറയണത്. അതായത് ഞാൻ വിളിക്കും എന്നൊരാൾ വിചാരിച്ചു, ഞാൻ മെസ്സേജ് ചെയ്യുന്ന ഒരാൾ വിചാരിച്ചു, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ വിചാരിച്ചു, പക്ഷെ ഞാൻ ചെയ്തില്ല. ഈ മൂന്നും ഞാൻ ചെയ്തില്ല. അപ്പോ മറ്റേ വശത്തുള്ള ആൾക്ക് സങ്കടമായി. ആ സങ്കടം ആ ആൾ എക്സ്പ്രസ് ചെയ്യുന്നത് ദേഷ്യം കാണിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഈ ആൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടേണ്ടെന്ന്. ബട്ട് ആക്ച്വലി എന്താണ്? ദ പേഴ്സൺ ലവ്സ് us ആക്ച്വലി. പക്ഷെ അവിടെയും അത് അൺകണ്ടീഷണൽ ആണെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് അയാളെ പോയി കെട്ടിപ്പിടിക്കും. അതേസമയം സംശയത്തോടെയും നമ്മളെ വിശ്വാസമില്ലാതെയും നമ്മളെ ഹേർട്ട് ചെയ്യാനാണ് ദേഷ്യം വരണമെങ്കിൽ ആ സംഭവം വേറെയാണ്. അപ്പൊ നല്ലതും ചീത്തയും നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്ക് അധികം ശ്രദ്ധിക്കേണ്ട, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ.
അത് പറയുന്നില്ല. ഹൗ ടു പ്രാക്ടീസ്, ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫോക്കസ് ചെയ്യണം. ഞാൻ എന്റെ ലൈഫിൽ ഉണ്ടായിട്ട് ഒരു എക്സ്പീരിയൻസ് ഐ ടുക്ക്, കുറച്ച് സമയം എടുത്തു ഞാൻ അത് ഹീൽ ആവാനായിട്ട്. ബട്ട് ഐ റിയലി വാണ്ടഡ് ടു ഹീൽ മൈസെൽഫ്. ഞാൻ സത്യം പറയാൻ എന്റെ ഫ്രണ്ട്സിന്റെ അഡ്വൈസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഹീൽ ചെയ്തെങ്കിലും വൺ ഡേ ഏർലി മോർണിംഗ് ഐ വെന്റ് ടു എ ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ പോയി, ആരുമില്ലാത്തൊരു സമയം. ഐ സാറ്റ് ഓവർ ദർ. മെഡിറ്റേഷനെക്കാട്ടിലും ഞാൻ ഏറ്റുപറച്ചിലാ ചെയ്തത്. എനിക്ക് മെഡിറ്റേഷനെക്കാട്ടിലും അവിടെ ഇരുന്നിട്ട് എനിക്ക് കേൾക്കാവുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. ഞാൻ എന്റെ തെറ്റുകള് ഞാൻ ഏറ്റുപറഞ്ഞു. പിന്നെ എന്നെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആ സിറ്റുവേഷൻ, ആ സംഭവം, ആ ആളെ ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങി. കാരണം അതിന് ഞാൻ പറഞ്ഞില്ല, ഐ ടുക്ക് സോ മെനി ഇയേഴ്സ് ടു ഫോർഗീവ്, അല്ലെങ്കിൽ ഹീൽ ആവാനായിട്ട്. അപ്പൊ പക്ഷേ എനിക്ക് പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഞാൻ ഒരു ദിവസം ഞാൻ ഇതുപോലെ കൗണ്ട് ചെയ്തു വാട്ട് ഹാപ്പൻ, ഈ ഇത്രയും കൊല്ലത്തിനുള്ളിൽ എന്റെ ലൈഫിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ കൗണ്ട് ചെയ്തപ്പോ ഇറ്റ് വാസ് അമേസിങ്. അതായത് അന്ന് ഞാൻ ജീവിച്ചേക്കാട്ടിലും നല്ല രീതിയിൽ ജീവിക്കാൻ ഇന്ന് എനിക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന പലതും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹേർട്ട്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസസ് നൗ ഐ ആം എൻജോയിങ് ദിസ്. അവിടെ ഇരുന്നുകൊണ്ട് മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറഞ്ഞു ആ സിറ്റുവേഷനെയും ആ സംഭവത്തെയും. അന്ന് ഞാൻ സ്വയം ഹീലായിപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളോടും, നിങ്ങൾ ആരോടും പോയി പറയണമെന്നില്ല. വി ക്യാൻ ഹീൽ അവർ സെൽസ്, ബട്ട് അവിടെ മൈൻഡ്ഫുൾനെസ് വേണം, ഫോക്കസ് ഉണ്ടാവണം. ഞാൻ എന്താ പറയണേ? സാധാരണ നമ്മളുടെ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പേഴ്സണെ നമ്മൾ പേഴ്സ് ചെയ്യും, അല്ലെങ്കിൽ ദേഷ്യം വരും, അല്ലെങ്കിൽ ഓർക്കില്ല. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. ധൈര്യപൂർവം ഓർക്കണം, ധൈര്യപൂർവ്വം അതിനെ റീകളക്ട് ചെയ്യണം, അതിന് ഫോക്കസ് ചെയ്യണം, സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കണം, നമ്മൾ എന്താ ചെയ്യണം നമുക്ക് ബോധം ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിന് പുറത്ത് കടന്ന് ആ ഹാപ്പിനെസ് നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ ആ സമയത്ത് വരുന്ന ഇമോഷൻസിനെയും നമ്മൾ അക്നോളജ് ചെയ്യണം. സങ്കടമായാലും വിഷമായാലും പിന്നെ അതിനുശേഷം വരുന്ന ആ ഒരു എല്ലാ ഫീലിങ്സും നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഇനി എങ്ങനെ ജീവിക്കണം, എവിടെയാണ് ഞാൻ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരാളോട് ഇടപഴകുമ്പോൾ, ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരാളുടെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ, അങ്ങനെ നമ്മുടെ ചുറ്റും ഒരു ലൈഫ് ദിവസേന രാവിലെ എഴുന്നേറ്റ് രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഡീലിങ്സിന് നമ്മളൊരു ബൗണ്ടറി വെക്കുക, ഒരു 1 arm ഡിസ്റ്റൻസ് വെക്കുക. അപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാം. പറ്റില്ല എന്ന് പറയാനായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സോറി പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയും. പെട്ടെന്ന് കട്ട് ചെയ്തിട്ടല്ല പറയണ്ടേ. തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്നും, അല്ലെങ്കിൽ ഇനി ഞാൻ ശരിയാക്കാമെന്നും പറയാനുള്ള ബ്രോഡ് മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്, ഐ നോ. ഇനീഷ്യൽ സ്റ്റേജിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് നമുക്കുണ്ടാവും. യങ്സ്റ്റേഴ്സിന് പൊതുവെ പല രീതിയിൽ, പ്രത്യേകിച്ച് ലേഡീസിന് പീരീഡ്സിന്റെ ടൈം വരുമ്പോൾ ഹോർമോൺ ചേഞ്ചസ്, പ്രഗ്നന്റ് ആവുമ്പോൾ ഹോർമോൺ ചേഞ്ചസ്, ഡെലിവറി കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ്, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുമ്പോൾ ഹോർമോൺ ചേഞ്ചസ്, പിന്നെ അത് കഴിഞ്ഞാൽ മെനോപോസിന്റെ, അത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ അത്, മക്കള് ദൂരെ ആയി കഴിഞ്ഞാൽ, അങ്ങനെ നമ്മളെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സിന്റെ കാലഘട്ടം തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് വേരിയേഷൻസ് ഓഫ് ഇമോഷൻസ് ആണ്. അത് നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നത്, ബട്ട് ഞാൻ ബേസിക്കലി ഇങ്ങനെയല്ല, എനിക്കിങ്ങനെ ആവണമെന്നില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് പറയാനുള്ള സ്വാതന്ത്ര്യവും ഫ്രീഡവും കണ്ടെത്തി കഴിഞ്ഞാൽ, അവരെ നിങ്ങളെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. തെറ്റ് പറ്റാത്തവരില്ല. നമ്മളും തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളും നുണ പറഞ്ഞിട്ടുണ്ട്, നമ്മളും കള്ളത്തരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ തിരുത്താനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു ദാറ്റ്. അല്ലെ? ആരും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന ഞാനടക്കം പെർഫെക്റ്റ് അല്ല. കുറെ പോരായ്മകളുണ്ട്. ആ പോരായ്മകളിലൂടെ കടന്നു വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ എന്തെങ്കിലും ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യണം. അല്ലെ?
ഞാൻ എന്റെ ലൈഫില് കടന്നു വരുന്നവരോട് എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കുറെ കാലം മുമ്പേ അത് ഞാൻ സെറ്റ് ആക്കണം. ഇപ്പൊ പ്രഗ്നന്റ് ആവാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരോടും പറയാറെന്താണെന്നറിയോ, ഒരിക്കലും മെഡിസിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സും ശരീരവും ഒരു കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ശക്തി നമ്മുടെ യൂട്രസിന് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മളെ ബാട്ടിലേക്ക് പോവാന്നാണ് ഇപ്പൊ പറയുന്നത്. സോ എന്തൊരു കാര്യമാണ്, ഇപ്പൊ കുഞ്ഞുങ്ങള് നല്ലൊരു അമ്മയാവണം, കുഞ്ഞുങ്ങളെ നന്നായിട്ട്, ഇതെല്ലാം നമ്മൾ വിഷൻ ബോർഡിൽ നമ്മൾ എഴുതി അത് കണ്ടുകൊണ്ട് നടന്നതായിട്ട് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയണ എല്ലാം ചെയ്യാൻ ഈസിയാണ്. നമ്മൾ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഈസി ആയിരിക്കും. നത്തിങ് ടു വറി അബൌട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് സ്ലൈഡ്. ദർ ഈസ് ഓൾവേസ് എ വേ. വഴി മുട്ടിപ്പോയി എന്ന് ഒരിക്കലും കരുതണ്ട, വഴി മുട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ നെഗറ്റീവ് കൊടുക്കാതെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. തിരിച്ചറിയാതെ പോകുന്നതാണ്, അല്ലാണ്ട് ദൈവം നമുക്ക് വഴി തരാതിരുന്നിട്ടില്ല. എന്റെ ക്രൈസിസിന്റെ സമയത്ത് ഐ ഗോട്ട് സോ മെനി ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് കിട്ടിയ ഓരോ ഓപ്പർച്യൂണിറ്റിയും ഞാൻ ഗ്രാബ് ചെയ്തു, ഞാൻ പിടിച്ചെടുത്തു, എന്നിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങിയാണ്. അപ്പോ ഒരിക്കലും വഴിയില്ല എന്ന് പറയുന്നത് ലേം എക്സ്ക്യൂസസ് ആണ്, മുടന്ന ന്യായങ്ങളാണ്. ഓക്കെ, അടുത്തത് കഴിയാറായി നമ്മുടെ. അപ്പൊ ഇനി ഈ താങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാറാണ്. അത് പലർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ആ ജാറ് നിറയ്ക്കാം. ഒരാളെ കുറിച്ച് ഞാൻ ചിലപ്പോൾ ഓട്ടോയിലോ ട്രാവൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറെ നേരം പോയിട്ടായിരിക്കും ഓട്ടോ കിട്ടുക. അപ്പൊ നമ്മൾ ആ ധൃതിയിൽ നമ്മൾ ഓട്ടോ കയറി നമ്മൾ പോകും. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ആ ഡ്രൈവർക്ക് ഞാൻ നന്ദി പറയാറുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പീസ് ഓഫ് പേപ്പർ വെക്കാറുണ്ട്. അതിൽ നന്ദി എഴുതിയിട്ട് ഈ ജാറിലേക്ക് ഇടും. അത് നിറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പുഴയിലോ ഏതെങ്കിലും കുളത്തിലോ അത് ഒഴുക്കി കളയും. കാരണം ഇനിയും ഇനിയും നമ്മുടെ ജാറ് നിറഞ്ഞുകൊണ്ടേയിരിക്കണം, അല്ലെ? അത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാനുണ്ട്. ഒരുപാട് നന്മകളും ഒരുപാട് നല്ല ജീവിതവും ഇവിടെയുള്ള എല്ലാവർക്കും കാത്തിരിക്കുന്നുണ്ട്. ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നന്മകൾ ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള സെഷൻസ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ. Thank you, my parents. Thank you, my children. Thank you, my friends. Thank you, universe. Thank you. God bless you. Thank you. One question. Thank you, It's not ma'am. question, but Thank you, ma'am. ഒരു പോയിന്റ് ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി. ഞാന് എന്റെ പേര് സുരേഷ്. ഞാൻ കുറച്ച് ദൂരത്തു നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ സെഷൻ എന്റെ ആ ടോപ്പിക് കണ്ടപ്പോഴാണ് ഞാൻ ലിങ്കിൽ വന്ന് കയറിയത്. പലപ്പോഴും എനിക്ക് കയറാൻ സമയം കിട്ടാറില്ലെങ്കിലും അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തായാലും കയറണമെന്ന് തോന്നി. അപ്പോ ഇതിൽ കയറി കഴിഞ്ഞപ്പോ വനിതകൾക്ക് മാത്രമായിട്ടൊരു സെഷൻ ആയിരുന്നോ എന്ന് കുറച്ച് കഴിയുമ്പോൾ തോന്നി. കാരണം ഇതിലിരിക്കുന്നവർ മുഴുവനും മാത്രമാണ്. പിന്നെ നിങ്ങൾ കുറച്ച് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നി. പക്ഷെ എങ്കിലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനകത്തുള്ള കാര്യങ്ങൾ സംസാരിച്ചത് മുഴുവനും വളരെ വളരെ അത്യാവശ്യമുള്ളതും ഇറ്റ്സ് വെരി റെലവെന്റ്. ഓഫ് കോഴ്സ് നമ്മൾ ഇതിൽ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് രൂപ മാഡം ഇന്നിവിടെ സംസാരിച്ചത് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ അമംഗ് ഓൾ ഓഫ് us. ഇതിലിരിക്കുന്ന ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്നവരായിരിക്കും എന്ന് ഞാനിവിടെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാവും ഈ സെഷനിൽ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബട്ട് മൈൻഡ്ഫുൾനെസ് അഥവാ സെൽഫ് അവയർനെസ്, ബീയിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാനപ്പം ഇതിനിടയിൽ ഒരു നിമിഷം ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്ത് പോയത് ഈ ബുക്ക്, എന്റെ കയ്യിലുള്ള ഈ ഒരു ബുക്ക് ചിലർക്കെങ്കിലും ഇല്ല. ഇന്ന് സംസാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു സഹായി ആയിരിക്കും ഈ ബുക്ക്. മലയാളത്തിൽ രഹസ്യമുണ്ട്, മലയാളം രഹസ്യം. അതെ 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 അതെ. ഇതിനകത്ത് ഒരുപാട് സീരീസും ഉണ്ട്. അപ്പോ
എനിക്ക് ഈ ഒരു അവസരം ഇതിന് എടുക്കാമെന്ന് എനിക്കറിയില്ല. കാരണം രൂപ മേഡമാണ് പറയാൻ ഇന്ന് ഏറ്റവും അർഹയായ ഒരാൾ ഇതിനകത്തിരിക്കുന്നതിൽ. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക, ഞാൻ അതിനകത്ത് സപ്ലിമെന്റ് ചെയ്തതാണ്. ഇല്ല സാർ, വെരി ഗുഡ്, നൈസ് ഓഫ് യു. സാറ് പറഞ്ഞ പോലെ സ്ത്രീകൾ മാത്രമല്ല സാറേ, നിങ്ങളെ പോലുള്ളവരും കൂടി ഇത് കേട്ടാലാണ് ഒരു ഫാമിലി നല്ല രീതിയിൽ സ്ത്രീകൾക്ക് സപ്പോർട്ട് വേണമെന്ന് ആദ്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് അല്ലേ? സോ ഇറ്റ്സ് ഗുഡ് യു ലിസൺ ആൻഡ് യു ഹാവ് ടു ഇംപ്ലിമെന്റ് ഇൻ യുവർ ഫാമിലി, യുവർ ലൈഫ്. സർ ബുക്കിന്റെ പേര് എന്താണ്? ബുക്ക് കാണിച്ചല്ലോ. ബുക്ക് ഇതിന്റെ പേര് ഒരു സീക്രട്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് രഹസ്യം. അതൊന്ന് ഷെയർ ചെയ്താൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഞാൻ. അപ്പൊ മാഡം ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു സെഷൻ എടുത്തു തന്നു. ഓരോ പോയിന്റും ഓരോ സ്ലൈഡ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മാഡം ശരിക്ക് ഹോംവർക്ക് ചെയ്ത് എല്ലാവർക്കും നല്ലത് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എടുത്തതാണെന്ന് മനസ്സിലായി. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു. സുരേഷ് സാർ ചോദിച്ച ഉത്തരം അത് ഡിവൈൻ മദർ എന്ന് പറഞ്ഞ് ഞങ്ങള് ലേഡീസിനൊരു ഗ്രൂപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അവർ തന്നെ ആയതുകൊണ്ട് കൂടുതൽ പാർട്ടിസിപ്പൻസും ലേഡീസ് ആണ്. പിന്നെ മാം പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് ലേഡീസിന് മാത്രം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ക്ലോസ് സർക്കിളിൽ മാത്രമാണ് സെഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് മനസ്സിലായി അവർ തന്നെ കേട്ടിട്ട് കാര്യമില്ല. കാരണം ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ കേട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ താങ്ക് യു ഫോർ ഷെയറിങ്. ഇനി ആർക്കെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ആവാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഇത് ബേബി സാറാ. സുരേഷ് സാറ് വിഷമിക്കണ്ട, ഞാൻ കൂട്ടുണ്ട്. അപ്പോൾ ജോജി സാറിനും കൂട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ടേക്ക് അവേ എന്ന് പറഞ്ഞത് RIP റെസ്റ്റ് ഇൻ പീസിന് പകരം LIP ആണ്, ലീവ് ഇൻ പീസ്. ജീവിതത്തിലാണേലും വടംവലിയിലാണേലും വിട്ടുകൊടുക്കുന്നവരാണ് വിജയിക്കുന്നത്. രൂപ ഗ്രേറ്റ് ഷെയറിംഗ്. മേ ഗോഡ് ബ്ലെസ് യു. ബേബി സാർ എന്നെ വിളിച്ച് രാവിലെ കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എൻകറേജ് ചെയ്തു, വിച്ച് ഐ നെവർ എക്സ്പെക്ടഡ്. അതാണ് ബേബി സാറ്. സാർ അറിഞ്ഞ് വിളിച്ച് ഇതാ ചെയ്തു. സോ ദെയർ വാസ് ഹിസ് ബ്ലെസ്സിങ്സ്. എനിക്ക് ഈ സെഷൻ എടുക്കുന്നതിന് മുമ്പ് സാറിന്റെ ബ്ലെസ്സിങ്സും കിട്ടിയായിരുന്നു. താങ്ക് യു സോ മച്ച് സർ.